ശ്രീ ജോയ് അവരുകളെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 3 നാളുകളുടെ ശുശ്രൂഷ ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവഹിതപ്രകാരം നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആത്മീയതയുടെ ആഴമേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാൻ കൃപ ചെയ്ത ദൈവത്തിന് നന്ദിയും സ്തുതിയും കരയറ്റുക എന്ന വലിയൊരു ഉത്തരവാദിത്വം, കടമ നമുക്കുണ്ട്. ഈ കഴിഞ്ഞു പോയ 3 നാളുകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഒരേ അനുഭവം, ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവ് ജീവിക്കുക, ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്ന ഒരേ അനുഭവമാണ് ഈ 3 നാളുകളിൽ വചനത്തിൽ കൂടെയൊക്കെ നമുക്ക് ലഭ്യമായത്. പനയംകുടി സിയോൻ ലൂഥറൻ സഭയെ അപേക്ഷിച്ചിടത്തോളം ഈ നാളുകൾ അതൊരു ഉത്സവ കാലഘട്ടം തന്നെയായിരുന്നു. ആത്മാർത്ഥതയോടുകൂടെ ദൈവവചന പ്രഘോഷണത്തിൻ്റെയും ദൈവവചന പഠനത്തിൻ്റെയും ശുശ്രൂഷയുടെയും അനുഗ്രഹം നിറയപ്പെട്ട നല്ല നാളുകളിലൂടെയൊക്കെ നാം കടന്നുപോയി. ഡിസംബർ 24 മുതൽ ആരംഭിച്ച വചന ശുശ്രൂഷയ്ക്ക് ഇന്ന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഈ കഴിഞ്ഞു പോയ ഓരോ നാളുകളിൽ ദൈവം നമ്മോടൊപ്പം വചനമായും ആഘോഷമായും കൃപയായും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എത്രത്തോളം മനോഹരമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഇനിയും ഈ സഭയിൽ അത്തരത്തിലുള്ള ശുശ്രൂഷ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നന്ദി പറയുന്ന കടമയിലേക്കാണ് ഞാൻ പ്രവേശിക്കുക. നന്ദി പറയേണ്ടത് ഈ 3 നാളുകളുടെ ശുശ്രൂഷയ്ക്ക്, വചന ശുശ്രൂഷയ്ക്ക് ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ടവർക്കാണ്. 1-ാം ദിവസം വചന ശുശ്രൂഷ നമ്മുടെ മധ്യയായിരുന്നത് കുറ്ററ ലൂഥറൻ സഭയിലെ പ്രിയപ്പെട്ട അച്ഛൻ റവറൻ ജി സുനിൽകുമാർ അച്ഛൻ. അദ്ദേഹം നമ്മോട് കൂടെ പങ്കുവച്ചൊരു വചനം വീണ്ടും നാം ഓർക്കുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവത്തോടൊപ്പം പോകുവാനായിട്ട് നമുക്കൊരുങ്ങാം. പ്രിയ അച്ഛനെ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം വചനം സംസാരിച്ച റവറൻ്റെ ജെ സ്റ്റാലിൻ അച്ഛനാണ്. അച്ഛനും ദാവീദിൻ്റെ ജീവിതവുമായി കോർത്തിണക്കി പ്രാർത്ഥനയുടെ അതേ ശക്തി ജീവിതത്തിലുണ്ടാകുമ്പോൾ കർത്താവിനോടൊപ്പം വളരുവാനായിട്ട് നമുക്ക് കഴിയും എന്ന ചിന്ത നമുക്ക് നൽകേണ്ടായി. ആ പ്രിയപ്പെട്ട അച്ഛനെയും ഈ സമയം നന്ദിയോടുകൂടി ഓർത്ത് അച്ഛനെ പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം വചനം സംസാരിച്ചത് റവറൻഡ് കെ ജിവിൻ സത്യൻ അവറുകളാണ്. അദ്ദേഹം പൊൻവിള സർക്കിളിൽ പൊൻവിള സഭയിലെ ഒരു അംഗമാണ്. നമ്മൾ തമ്മിൽ ഒത്തിരിയേറെ ആഴമേറിയ ഒരു ബന്ധമുണ്ട്. പഠനകാലത്തിന് മുൻപേ ചെറുപ്പകാലം മുതൽ കുഞ്ഞുനാൾ മുതലൊക്കെ പരസ്പരം കണ്ടും ആഘോഷിച്ചും ആനന്ദിച്ചൊക്കെ വളർന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊന്നും വളരെ സജീവമായി നിലനിന്ന് വരികയാണ്. അച്ഛനെന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഇന്ന് അച്ഛൻ നമുക്ക് നൽകിയൊരു വചനമുണ്ട്. പല പ്രസംഗങ്ങളിൽ ഞാനത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവ സാന്നിധ്യമുള്ള ജീവിതം ദൈവാലയമായി തീരുന്നു എന്നതാണ്. ആ ഒരു സന്ദേശം വീണ്ടും അതിൻ്റെ ആഴങ്ങളിൽ കൂടെയൊക്കെ പങ്കുവയ്ക്കുവാൻ അച്ഛന് കഴിഞ്ഞു. അച്ഛന് പ്രത്യേകം നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം നമ്മുടെ മതി അച്ഛൻ്റെ കൊച്ചമ്മയുണ്ട്, റജി കൊച്ചമ്മ. ഞാൻ സൺഡേ സ്കൂളിലും VBS ഒക്കെ പഠിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ്റെ ഒരു കൊച്ചമ്മയെ തീരുന്നത് വളരെ അതിയായ സന്തോഷമുണ്ട്. കൊച്ചമ്മയ്ക്കും കുഞ്ഞുമക്കൾക്കൊക്കെ ഈ സമയം നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ഇന്നത്തെ ഈ 3 ദിവസത്തെ കൺവെൻഷൻ നേർച്ചയെ സമർപ്പിച്ചത് ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങളാണ്. സജികുമാർ, അജികുമാർ, ബിജുകുമാർ, മൈലഗുണ സ്വദേശികൾ. പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ നേർച്ചയാണ് ഈ കൺവെൻഷൻ. ആരംഭിച്ച നാൾ മുതൽ പ്രാർത്ഥനയോടുകൂടെയൊക്കെ അവരുടെ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. തുടർന്നും അവിടെ പ്രാർത്ഥന ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കേണ്ട കൺവെൻഷൻ നേർച്ചയെ സമർപ്പിച്ച പ്രിയപ്പെട്ടവർക്കും അവിടെ കുടുംബാംഗങ്ങൾക്കും ദൈവനാമത്തിലുള്ള സഭയുടെ പേരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ സുവിശേഷ കൺവെൻഷൻ ഇത്രയേറെ മനോഹരമാക്കിയത് വചന ശുശ്രൂഷ മാത്രമല്ല,
അതോടൊപ്പം ഗായിക ശുശ്രൂഷ കൂടെയാണ്. ഗാന ശുശ്രൂഷയോടൊപ്പം ചേർന്ന് ഈ ശുശ്രൂഷ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അതിമനോഹരമാക്കിയ നമ്മുടെ സഭയിലെ ഗായിക സംഘം തന്നെയാണ്. അതിനെ ചുക്കാൻ പിടിച്ചത് കൺവീനർ ജിജനും അതിനോടൊപ്പം ജിനു, മനു എന്നിവരൊക്കെ ഉണ്ട്. അവരോടൊപ്പം ചേർന്ന് ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. തുടർന്ന് നന്ദി പറയേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നിങ്ങളുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ മനോഹരമായ ശുശ്രൂഷയ്ക്ക് ഒരു പൂർണ്ണത വരുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. പൂർണ്ണതയുടെ ഒരനുഭവമായി ഇവിടെ തീരുകയാണ്. വളരെയേറെ സംതൃപ്തിയോടുകൂടെയാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഈ 3 നാളുകളിൽ ഒത്തിരി സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ്. കാരണം 2025 പ്രവേശിച്ചപ്പോൾ വചനത്തിൻ്റെതായ ഒരു പെരുമഴ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കതിനെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യം വളരെ സജീവമായി ഈ ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സഭാവിശ്വാസികൾക്കും സഭയുടെ പേരിലുള്ള ഹൃദയമായ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം ഈ ശബ്ദപരിധികളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഒത്തിരി പേർ ഇവിടെ തന്നെയുണ്ട്. പല മതവിഭാഗത്തിലുള്ളവർ, പല ചിന്തകളുള്ളവർ, പല ജീവിത രീതികൾ ഒക്കെ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ആഘോഷം തുടക്കമിടുന്നത് 24-ാം തീയതിയാണ്. അന്ന് മുതൽ വളരെ മനോഹരമായ സൗണ്ട് സിസ്റ്റം നമുക്ക് ലഭ്യമായി. ശബ്ദം, വെളിച്ചം ഒക്കെ നമുക്ക് ലഭ്യമായി. ശബ്ദവും വെളിച്ചവും നമുക്കായി ക്രമീകരിച്ച് നൽകിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുകൂടെയെല്ലാം നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഇത്തരത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ ദേവാലയത്തിൽ നിറവേറ്റുവാനായിട്ട് അനുവാദം നൽകിയ സഭാ കമ്മിറ്റിയാണ്. ആ സഭാ കമ്മിറ്റിയോടുകൂടെയുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളട്ടെ. തുടർന്നും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഒത്തിരിയേറെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് 2025 നമ്മുടെ യാത്രയെല്ലാം ദൈവഹിത പ്രകാരമാകട്ടെ, ദൈവാലോചന പ്രകാരമാകട്ടെ. ഒരുമിച്ച് ഈ 2025 വർഷത്തിൻ്റെ അവസാന നാൾ വരെയും ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സിയോൻപുരം ലൂതറ സഭ പനയങ്കോട് ദേശത്ത് അണയാത്ത ഒരു വിളക്കായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന. മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണം ഒരു നാളും ചരിഞ്ഞിരിക്കുവാൻ പാടില്ല എന്നാണ്. അത് വിളക്ക് പോലെ ശോഭിക്കേണ്ടതാണ്. തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കേണ്ടതാണ്. അപ്പോൾ ഈ സഭ ഇനിയും ഈ 94 എന്ന വർഷം അത് 100 എന്ന വർഷത്തിലേക്ക് എത്രയും വേഗം കടന്നു പോകട്ടെ. 100 എന്ന ആ ഒരു വർഷത്തിൽ ഒത്തിരി സൗഭാഗ്യവും പ്രകാശവും പരത്തുന്ന, ആത്മീയതയുടെ തലങ്ങൾ ഉൾക്കൊള്ളുന്ന, കൂട്ടായ്മയുടെ തലങ്ങൾ ഉൾക്കൊള്ളുന്ന, സ്നേഹത്തിൻ്റെ അഭിവാജ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന, സമാധാനത്തിൻ്റെ ഘടകങ്ങളോട് കടന്നു പോകുന്ന ഒരു സഭയായി ഈ പനയങ്കോട് സഭ എപ്പോഴും നിലകൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനോട് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രിയ വൈദികരോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ എപ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഒരിക്കൽ കൂടെ നിന്റെ പാദത്തിൽ ശരണം പ്രാപിക്കുവാൻ ദൈവകൃപയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. ഇക്കഴിഞ്ഞു പോയ നാളുകളിൽ ഈ പ്രദേശത്ത് വചനത്തിൻ്റെ ഉത്സവം ചൊരിയുവാൻ തക്കവിധം ഈ സഭയെ അവിടെ തിരഞ്ഞെടുത്തതിനായി സ്തുതി. 94 വർഷക്കാലം ഈ സഭയെ അവിടുന്ന് പരിചരിച്ചു. ഈ സഭയുടെ എല്ലാ മേഖലകളിലും ശുശ്രൂഷകളിലും ഒക്കെ അവിടുന്ന് കൂടെയിരുന്നുവല്ലോ. പരിശുദ്ധ ദൈവമേ, ഈ സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഈ ഇടത്ത് വന്ന് പ്രവർത്തിച്ച ഓരോ മിഷണറിമാരെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ വചനം വിളമ്പുവാനും അവരെ ഈ ദേശത്തിലേക്ക് കർത്താവ് അയച്ചതിനായി സ്തുതി. ദൈവം അയച്ച പ്രകാരം പ്രാർത്ഥനയോടുകൂടെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത്
അവർ ഈ ദേശത്ത് വചനമാവുന്ന വിത്ത് വിതച്ചു. ആ വചനമാവുന്ന വിത്ത് വളർന്നു, അതൊരു വൃക്ഷമായി തീർന്നു. അനേകർക്ക് തണലേകുന്ന, അനേകരെ ചേർത്ത് പിടിക്കുന്ന, അനേകർക്ക് ആശ്വാസമാകുന്ന ഒരു വൃക്ഷമായി ഈ സഭയെ ദൈവം വളർത്തിയ കൃപകൾക്കായി സ്തുതി. ഇന്ന് ഈ 94ാമത്തെ സഭാ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒന്നിച്ച് ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ വൃക്ഷത്തിൽ ഒന്ന് ചേക്കേറുവാൻ, ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ ഒന്നിൽ തണൽ കണ്ടെത്തുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ ദൈവ കൃപ അടിയങ്ങൾക്കൊരിക്കൽ കൂടെ നൽകിയതിനായി സ്തോത്രം. ഈ 3 ദിവസത്തെ സുവിശേഷൻ കൺവെൻഷൻ കർത്താവ് കൃപയാൽ ആശീർവദിച്ചുവല്ലോ. കർത്താവ് ഈ 3 ദിവസത്തെ സുവിശേഷ കൺവെൻഷനിൽ വചനവുമായി ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന അവിടുത്തെ പ്രിയദാസന്മാരെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. സുനിലസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്റ്റാൻലെസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ജിബിനച്ചനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 3 പേരുടെയും ശുശ്രൂഷ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ, അവരായിരിക്കുന്ന മേൽപ്രദേശങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത് വിളമ്പുവാൻ, അത് വിതയ്ക്കപ്പെടുവാൻ തക്കവിധമുള്ള ആത്മീക ചൈതന്യം അങ്ങ് പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ സഭയ്ക്ക് ഇനി ഒത്തിരിയേറെ മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ടുണ്ട്. ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ഈ സഭയുടെ 100ാമത്തെ വർഷം ഒന്ന് അനുഭവിക്കുവാൻ തക്കവിധം അവിടെ നിന്ന് ഞങ്ങളിൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ 2025 വർഷം അതിൻ്റെ അവസാന ദിവസം വരെ ഈ സഭയെ സ്നേഹിക്കുന്ന, ഈ സഭയെ ചേർത്ത് പിടിക്കുന്ന, ഈ സഭയുടെ ആത്മീക തലങ്ങളെ വളർത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ മകനായി, മകളായി ഈ ദേശത്തോടൊപ്പം കടന്നു ജീവിപ്പാൻ തക്ക ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ നേർച്ചയായി സമർപ്പിച്ച 3 കുടുംബങ്ങളെ, സജികുമാർ, ബിജുകുമാർ, അജികുമാർ എന്നിവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നപ്പ, ദൈവകൃപ ആ മക്കളുടെ മേൽ കുടുംബങ്ങളിൽ പകരണമേ, അവിടെ ജീവിതങ്ങളിൽ പകരണമേ, അവിടെ ആഗ്രഹങ്ങളെ സഫലമാക്കണമേ, നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ സഹായിക്കണമേ. ഈ ആലയത്തിൻ്റെ അനുഗ്രഹം അവിടെ ജീവിതത്തിൽ എപ്പോഴും നിറയുവാൻ, ഈ അൾത്താരയുടെ അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ശോഭയുടെ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാക്കി തീർത്തു കൊടുക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ശുശ്രൂഷയിൽ ഭാഗമായ എല്ലാ സഭാവിശ്വാസികളെ, ഈ ശബ്ദപരിധികളിലായിരിക്കുന്ന സകലരെയും നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സഭയുടെ ആത്മീക വളർച്ചയിൽ ഒന്ന് ഭാഗമാകുവാൻ ഇനിയും അവിടുത്തെ മക്കളെ ഈ ആലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിടുന്ന് നിയോഗിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച സഭയിലെ ഗായിക സംഘത്തെ കർത്താവ് അനുഗ്രഹിച്ചു, ഇനിയും അനുഗ്രഹിക്കണമേ. ദൈവം നൽകിയ കഴിവ്, താലന്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ച പ്രിയ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടെ അധ്വാനങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഇനിയും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം അനുഗ്രഹത്തിൻ്റെ തലമായി തീരുവാൻ കൃപയുണ്ടാക്കണമെന്ന് പരിശുദ്ധനെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ ആലയം വിട്ട് പിരിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ പിരിയാത്ത ദൈവത്തിൻ്റെ കൃപ എപ്പോഴും പകർന്നു തരണം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം എന്ന് അവിടെ നിങ്ങൾ കേൾപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ ആലയമായി ജീവിക്കുവാനായി, പ്രവർത്തിക്കുവാനായി, അതനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപയേകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ സഭയിലെ എല്ലാ സംഘടനകളെയും നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു. അതിലെ പ്രവർത്തകരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ സുവിശേഷ കൺവെൻഷന് നൽകിയ സഭാ കമ്മിറ്റിയും അതിലെല്ലാം അംഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അവിടെ പ്രാർത്ഥന നിറയപ്പെട്ട അനുഭവങ്ങൾ ഇനിയും ഈ സഭയ്ക്ക് ഉണർവേകുന്നൊരു അനുഭവമാക്കി കർത്താവ് തീർക്കപ്പെടണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ആലയം വിട്ട് മടങ്ങുന്നപ്പോൾ ഞങ്ങളോടൊപ്പം കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവ ആലയമായി തീർക്കപ്പെടുവാൻ തക്കവിധം അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥയിലായിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ. ശാരീരികവും മാനസികവുമാകുന്ന ക്ഷീണാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ദൈവിക ഇടപെടലിന് സൗഖ്യവും വിടുതലും ആശ്വാസവും കർത്താവ് തന്നെ ലഭ്യമാക്കി കൊടുക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ഭവനെ സുഖമായി ഉറങ്ങുവാൻ സഹായിക്കണം. കിടക്കയിൽ കൂടെ ഇരിക്കണം. നല്ല പ്രഭാതം തിരഹിതമാണ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ വന്നുപോയ കുറവുകളുണ്ട്,
പാപങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്. കർത്താവെ, അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്ന, ആലയത്തെ സ്നേഹിക്കുന്ന, ഈ സഭയിലേക്ക് കടന്നു വരുന്ന എല്ലാ പുരോഹിതന്മാരെ ചേർത്തുപിടിക്കുന്ന ഒരു സഭയായി, വിശ്വാസ സമൂഹമായി ഇതെന്നും നിലനിൽക്കുവാൻ കൃപയേകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ക്ഷമിക്കണം, പാപങ്ങളെ പൊറുക്കണം, വിശുദ്ധീകരണത്തിൽ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. യേശുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗപിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താതെ സന്തോഷത്തിനറിയിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സാന്നിധ്യം, സംസർഗം നമ്മോടും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തോടും നമ്മുടെ ഭൗതിക ജീവിതത്തോടും കൺവെൻഷൻ ഭാഗമായി എല്ലാ പ്രിയപ്പെട്ടവരോടും, നേർച്ചയായി ഈ കൺവെൻഷൻ സമർപ്പിച്ച പ്രിയ കുടുംബ അംഗങ്ങളോടും അവരുടെ ജീവിതത്തോടും സദാകാലം മാറ്റമില്ലാത്ത ദൈവസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിരിക്കാം. മൂന്ന് ദിവസത്തെ സുവിശേഷങ്ങൾ ഭാഗം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കട്ടെ. രാവിലെ പറയാത്തൊരു അറിയിപ്പുണ്ട്. വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശ്രീ അബ്രഹാം അവരുടെ ഒരു അനുസ്മരണ പ്രാർത്ഥന അവിടെ ഭവനത്തിൽ വെച്ച് ക്രമീകരിച്ചിട്ട് വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഇതൊരു അറിയിപ്പായി, കുടുംബത്തിൻ്റെ അറിയിപ്പായി സ്വീകരിച്ച് ഈ ആരാധന എല്ലാവരും പങ്കുചേരണമെന്ന് അറിയിക്കാൻ. മറ്ററിയിപ്പുകളൊന്നുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാധാനമായി പോയി വരിക.